കൊല്ലം കോട്ടയം എം സി റോഡിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ ടീം 24 നടത്തിയ ഒരു അന്വേഷണമാണ് ഇനി. ഏനാത്ത് മുതൽ കലയപുരം വരെയുള്ള റോഡിൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ 3 കൊല്ലത്തിനിടെ മരിച്ചത് 50-ലേറെ മനുഷ്യരാണ്. കുളക്കട വളവിലൊക്കെ സ്ഥിരം അപകടങ്ങളാണ്. 421 അപകടങ്ങൾ ഈ കാലയളവിൽ ഈ സ്ഥലത്ത് മാത്രം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപകടം പതിയിരിക്കുന്ന പാതയിലൂടെ ടീം 24 സഞ്ചരിക്കുകയാണ്. കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയാണ് ഏനാത്തു പാലം. ഈ ഏനാത്തെത്തി എം സി റോഡ് വഴി തിരുവനന്തപുരത്തേക്കുള്ള വഴി ചോദിച്ചാൽ ഏനാത്തുകാർ പറയുന്നത് നേരെ പോകാനല്ല, ഈ വളഞ്ഞു തിരിഞ്ഞുള്ള വഴിയിലൂടെ പോയാൽ മതിയെന്നാണ്. ഈ വളവ് തിരിവുള്ള റോഡിലൂടെയുള്ള യാത്ര അനുദിനം അപകടം പിടിച്ചതാവുകയാണ്. ജില്ലയിലെ 2 ഹോട്ട്സ്പോട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ റോഡിലാണുള്ളത്. ഏനാത്ത് മുതൽ ജില്ലാതിർത്തിയായ നിലമേൽ തട്ടത്തുമല വരെ 40 കിലോമീറ്റർ. ഇത്രയും ദൂരത്തിൽ ചെറുതും വലുതുമായ 57 വളവുകൾ. ഏനാത്ത് പാലം കഴിഞ്ഞാൽ എം സി റോഡിനെ ജില്ല വരവേൽക്കുന്നത് കൊടും വളവിലൂടെയാണ്. 700 മീറ്റർ മാത്രം പിന്നിട്ടാലുടൻ കുളക്കടയിലെ ആദ്യ ബ്ലാക്ക് സ്പോട്ട് എത്തും. ഇവിടെയാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. ദിവസം ഒരു അപകടമെങ്കിലും ഉണ്ടാകാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്നും പ്രശ്നങ്ങളാണ്. അപ്പോൾ നിരവധി ഓഫീസുകൾ, അതുപോലെ നിരവധി വിദ്യാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കുളക്കട ഈ പ്രദേശം. ഇപ്പോൾ ഈ ഗവൺമെൻറ് അടുത്ത സമയത്ത് തന്നെ ഈ എം സി റോഡിൽ ഒരു ഫ്ലെക്സിബിൾ ഡിവൈഡർ വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. എല്ലാം ഇപ്പോൾ കാലഹരണപ്പെട്ട അവസ്ഥയിലാണ്. ഇംഗ്ലീഷ് അക്ഷരം എസ് 2 തവണ എഴുതി ചേർത്ത രീതിയിലാണ് പുത്തൂർ മുക്ക് മുതൽ മണിക്കാട് വരെയുള്ള റോഡ്. പാമ്പിൻ്റേതുപോലെ റോഡിന് ഉടൽ ചെറുത്. അപകടങ്ങൾ ഒരു ദിവസമെങ്കിലും ഇല്ലാത്ത ദിനങ്ങളില്ല ഈ കുളക്കടക്കാർക്ക്. ഈ റോഡിൽ പൊലിയുന്ന ജീവനുകൾക്ക് മുമ്പിൽ അവർ മനസ്സ് മരവിച്ച് നിൽക്കുകയാണ്. നാറ്റ്പാക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലെക്സിബിൾ ഡിവൈഡറുകൾ ഈ റോഡിൽ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും അത് പോയിരിക്കുകയാണ്. അപകടങ്ങൾ തുടർക്കഥയാവുകയുമാണ്. അനുദിനം അപകടം. 3 വർഷത്തിനിടയിൽ ഈ റോഡിൽ മരിച്ചവരുടെ കണക്ക് 50-ൽ അധികമാണ്. അപകടങ്ങൾ 423. പാളിപ്പോയ പരിഷ്കരണവും വിപുലമായ ഗതാഗത നിയന്ത്രണവും എല്ലാം ഈ വഴികളെ കുരുതിക്കളങ്ങളാക്കി. പുത്തൂർ മുക്ക് മുതൽ ഏനാത്ത് വരെയുള്ള റോഡ് അങ്ങനെ ചോരക്കളമായി മാറുകയാണ്. ഈ നാട്ടുകാർ ഓരോ നിമിഷവും ഓരോ ജീവൻ രക്ഷാ പ്രവർത്തകരായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്നത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ പരിഹാരം ഉണ്ടായേ മതിയാവും. അല്ലെങ്കിൽ ഈ റോഡിൽ പൊലിയുന്ന ജീവനുകൾക്ക് കണക്കും കയ്യും ഉണ്ടാകില്ല. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ ചെറിയ ദൂരത്തിൽ മരിച്ചവരുടെ എണ്ണം വളരെ കൂടുതലാണ്. റോഡ് അപകടങ്ങൾ അവിടെ ഒരു സാധാരണ വാർത്ത മാത്രമാണ്. എന്നിട്ടും അധികാരികൾ കർശനമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ പരാതി പറയുകയാണ്. നാട്ടുകാരുടെ പ്രതികരണങ്ങളെ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ പെരുക്കമാണ് ഒന്ന് ഈ അപകടത്തിന് സാധ്യത. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധമായ കുറുക്കിയാടൽ, ഓവർടേക്കിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടന്നേക്കുന്നത്. ഉറക്കമില്ലാത്ത ഡ്രൈവേഴ്സ് ഉണ്ട്. അതായത് ഓണേഴ്സ് തന്നെ ഡ്രൈവിംഗ് ചെയ്ത് എയർപോർട്ട് പോവുക. അതുപോലെ തന്നെ രാത്രിയിലെ ഡ്രൈവിംഗ് ചിലർക്ക് പറ്റത്തില്ല. ഒരു കുറച്ചു കാലമായിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. വീണ്ടും ആരംഭിച്ചിരിക്കേണ്ട സ്ഥിതിയിലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണെന്ന് തിരക്കുറവുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു. സ്കൂൾ തുറന്നു കഴിയുമ്പോഴത്തേനാവും. ഇപ്പോൾ തന്നെ ഏനാറ് 2 കിലോമീറ്റർ അപ്പുറമാണ് ഏനാറ് ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. നിരന്തരം അപകടങ്ങളേ ഉള്ളൂ ഇവിടെ. നിരന്തര അപകടങ്ങൾ. അതിനോടൊപ്പം തന്നെ ഈ പൈപ്പ് ലൈൻ കുഴിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ. ഈ സൈഡ് അപ്പുറ സൈഡ് ആണ് കിടക്കുന്നുണ്ടോ, അതേപോലെ കിടക്കേണ്ടതാണ് ഈ സൈഡ്. ഈ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ സകല കുട്ടികളും പോകേണ്ടത് ഈ സൈഡിൽ കൂടെയാണ്. ആളുകൾക്ക് യാത്ര ചെയ്യാൻ നല്ല മെച്ചപ്പെട്ട റോഡ് വേണം. ആ മെച്ചപ്പെട്ട റോഡ് വന്ന സ്ഥിതി വരുമ്പോൾ ആ റോഡിലൂടെ അമിത വേഗത്തിൽ സഞ്ചരിക്കുക എന്നുള്ളതൊരു പ്രധാനമായ ഹരമായി പല ആളുകൾക്ക് മാറിയിട്ടുണ്ട്. അപകടങ്ങളിൽ പ്രധാനപ്പെട്ട കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ്. അത് നിഷേധിക്കാൻ കഴിയുന്നതല്ല. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും മാനദണ്ഡങ്ങളും ഒരുക്കിയാലും അശ്രദ്ധമായി വാഹനം ഓടിച്ചു വരുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കപ്പെട്ടിട്ടുള്ള അപകടങ്ങളാണ് ഏറിയ പങ്കും ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകളുടെ ജീവൻ കൂടുതലും പൊലിഞ്ഞു പോയിട്ടുള്ളത്. ഈ രാത്രിയിൽ വരുന്ന ആക്സിഡൻറ്റ് ഏറ്റവും കൂടുതൽ അവിടെ KSTB ലൈറ്റുകൾ നിങ്ങൾ നോക്കുക. വളഞ്ഞ ലൈറ്റ് ഇപ്പോൾ ഉണ്ട്, അതൊന്നും കത്താറില്ല. ഏനാത്ത് പാലം തൊട്ട് പുത്തൂർമുക്ക് ജംഗ്ഷൻ വരെയുള്ള ലൈറ്റുകളൊന്നും കത്താറേ ഇല്ല. എതിരെ വരുന്ന വാഹനങ്ങൾ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന ഒരു പരിപാടിയില്ല.
ഡിമ്മെന്ന് പറയുന്ന സ്വിച്ച് എന്തിനാണെന്ന് ഇപ്പോഴത്തെ ഡ്രൈവർമാർക്ക് അറിയത്തില്ല. ബ്രൈറ്റ് അടിച്ച് പോവുകയാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഒന്ന്. പിന്നെ ഫ്ലെക്സിബിൾ ബാരിക്കേഡുകൾ വെച്ചിരുന്നു, അതും അശാസ്ത്രീയമായിരുന്നു. അത് ഒരാഴ്ച പോലും നിന്നില്ല, അത് മുഴുവൻ തകർന്നു. ഇപ്പോൾ തന്നെ നോക്കുക, നട്ടുച്ചയ്ക്ക് ലൈറ്റ് എടുക്കുക, രാത്രി ലൈറ്റ് ഇല്ല. രാത്രിയിലാണ് അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ രാത്രി ലൈറ്റ് ഇല്ല, പകൽ ലൈറ്റ് കത്തി കിടക്കുന്നു. ഇതാണ് അമിത വേഗതയാണ്. വേഗത നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഇല്ല, അതിനുള്ള ഒരു പരിശോധനയില്ല, ഒരു കാര്യങ്ങളുമില്ല. ഒരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുകയോ അല്ലെ അപകടകരമായ വളവാണെന്നുള്ളൊരു ബോർഡുകൾ വെക്കുകയോ ഇതൊന്നും KSTP നാളിതുവരെ ചെയ്തിട്ടില്ല. ഈ റോഡ് വരുന്നതിന് മുമ്പ് ഈ മേഖലയിൽ അപകടങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു അപകടം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ പരിസരവാസികൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത്ര കൂടുതൽ അപകടങ്ങൾ ഈ ചെറിയ ദൂരത്തിൽ കലയപുരം മുതൽ ഏനാത്ത് വരെയുള്ള ചെറിയ റോഡിൽ സംഭവിക്കുന്നു. കുളക്കട എന്ന് പറയുന്ന സ്ഥലത്ത് മരണം പതിയിരിക്കുന്ന റോഡ് പോലെയുണ്ട്. കാര്യം നമ്മുടെ റോഡിൽ അതിവേഗം പാഞ്ഞു പോകാൻ കഴിയും, പക്ഷേ വേഗം നിയന്ത്രിച്ച് വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ മരണം നിങ്ങളെ വേട്ടയാടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്തൊരു തീരുമാനം വേണം. കാരണം നമ്മുടെ റോഡിൽ എത്രയോ ആളുകളാണ് ഒരു ദിവസവും മരിച്ചു വീഴുന്നത്. അപ്പോൾ ഇതിനൊരു അവസാനം വേണം.